ഏകദേശം 5000-ഓളം ഉദ്യോഗസ്ഥരെ നമ്മൾ നിലയ്ക്കലും പമ്പയും സന്നിധാനമായിട്ട് വിന്യസിച്ചിട്ടുണ്ട്. ഇത് കൂടാതെ ഒരു 1500-ഓളം ആൾക്കാർ ഇടുക്കിയിലും എരുമേലിയിലും ഇടുക്കിയിൽ 1000-ഓളം ആൾക്കാർ വേറെയും വിന്യസിച്ചിട്ടുണ്ട്. പോലീസിൻ്റെ ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. നമ്മളതുപോലെ എല്ലായിടത്തും നമ്മൾ ഈ എല്ലാ സ്ഥലവും ചെക്ക് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലൊക്കെ നമ്മൾ ആൾക്കാർ കയറി കുഴപ്പമുണ്ടാവാതിരിക്കാൻ അപകടം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ പൂർത്തീകരിച്ച് കഴിഞ്ഞു. ഇനി എത്രയും പെട്ടെന്ന് ദർശനം കഴിഞ്ഞിട്ട് ആൾക്കാർ തിരിച്ച് പോകുന്ന എത്ര വേഗമാണ് എന്നുള്ളതിനനുസരിച്ചാണ് തുടർന്നുള്ള ആൾക്കാർക്ക് വരുന്ന അയ്യപ്പ ഭക്തർക്ക് ദർശനത്തിനുള്ള സൗകര്യം ഉണ്ടാവുക. അത് മനസ്സിലാക്കിക്കൊണ്ട് ഇവിടെയുള്ളവർ എത്രയും വേഗം ജ്യോതി ദർശനം കഴിഞ്ഞ് തിരിച്ചിറങ്ങണമെന്നും ജ്യോതി ദർശനത്തിൽ നിൽക്കുന്നവർ യാതൊരു കാരണവശാലും പിന്നീട് ദർശനത്തിന് വരരുതെന്നും അങ്ങനെ കൊണ്ടുണ്ട് പറയാൻ മറന്നുപോയി. അത് നിർബന്ധമാണ്. കാരണം എക്സിറ്റ് റൂട്ടുകളിലൂടെ കറക്റ്റായിട്ട് പോയാൽ മാത്രമേ കയറി വരുന്നവർക്ക് ഇനി കൃത്യമായിട്ട് വരാൻ സാധിക്കുള്ളൂ. എല്ലാം ഭഗവാൻ കൃത്യമായി ക്രമീകരിക്കുന്നുള്ള ഞങ്ങളെല്ലാവരും ഭഗവാന്റെ ദാസരാണ്. അപ്പോൾ ആ ഒരു പ്രതീക്ഷയിലും വിശ്വാസത്തിലും ഇതുവരെ അദ്ദേഹം ഞങ്ങളെ കൈവിട്ടിട്ടില്ല, ഇനി ഞങ്ങളെ കൈവിടില്ല. ഒരാൾക്ക് പോലും ഒരു പോറൽ പോലും ഏൽക്കാതെ അവരെ തിരിച്ച് സ്വസ്ഥാനങ്ങളിൽ എത്തിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ചുമതലയാണ്. അത് നിർവഹിക്കാനുള്ള ശക്തി ഭഗവാൻ ഞങ്ങൾക്ക് തരും. കഴിഞ്ഞ വർഷം പറഞ്ഞ പോലെ തന്നെയല്ലേ? കഴിഞ്ഞ വർഷം തന്നെ എല്ലാ വർഷവും തന്നെ പറയാനുള്ളൂ. ഇക്കൊല്ലം ഇപ്പോൾ ഏകദേശം ഒരു 5 ലക്ഷത്തോളം ഭക്തർ കൂടുതൽ വന്നിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച്. ഓരോ വർഷം കഴിയുന്നതോറും ഭക്തരുടെ എണ്ണം കൂടുകയാണ്. അതൊരു ഞങ്ങളെ സംബന്ധിച്ചോളം 2 തരത്തിലാണ്. അത് ഒരു തരത്തിൽ വളരെ വലിയൊരു ഹർഷോന്മാദം തരുന്ന കാര്യമാണ്, ഭഗവാന്റെ പേര് കൂടുതൽ യശസ് കീർത്തി. വേറൊരു തരത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർ എന്നുള്ള അങ്കലാപ്പമുണ്ട്. ഇതിങ്ങനെ കൂടി വന്നാൽ എന്ത് ചെയ്യും? അതിന് ഭഗവാൻ തന്നെ പരിഹാരം കാണുന്നുള്ള പ്രതീക്ഷയിലാണ്.